അനുദിനവും പരിപൂർണമായി പരിശുദ്ധി നീ തരണേ പ്രിയ. അനുദിനവും പരിപൂർണമാം പരിശുദ്ധി നീ തരണേ പ്രിയ. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ നിർമ്മിച്ച് തൻ്റെ ആത്മാവിനെ പകർന്ന് നമ്മെ മനുഷ്യരായി ഭൂമിയിൽ സൃഷ്ടിക്കുകയും അതിനുശേഷം കർത്താവിൻ്റെ കാൽവറിയിലെ യാഗത്തിലൂടെ നേടിയ രക്ഷയിലൂടെ ആ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടതിലൂടെ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അതൊരു വലിയ പ്രിവിലേജാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടേതായ ഈ ശരീരത്തെപ്പറ്റി വ്യക്തമായ ബോധ്യമുണ്ടാകണം. ദൈവം എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, ഈ ശരീരം കൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത് പോലെ ഈ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കണം. 2, കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് രണ്ടുമാണ് ദൈവം ഈ ശരീരം നമുക്ക് സൃഷ്ടിച്ച് തന്ന് ഇതിൽ നിന്നും ഇതിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തെ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഈ വിശുദ്ധിയോടെ ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ, ഞാനിപ്പോൾ പാടിയതുപോലെ, അനുദിനവും പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ പരിപൂർണമായ പരിശുദ്ധി നീ തരണേ പ്രിയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രിയൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ, പറന്നിടുവാൻ ആവശ്യമായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ആ കൃപ ലഭിച്ച് ജീവിക്കുവാനായിട്ട് ഇത് അനിവാര്യമായിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ശരീരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികമായ ചിന്തകൾ കാരണം, ലൗകികമായ പ്രവൃത്തികൾ കാരണം ഇത് വളരെ വേഗത്തിൽ മലിനപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതായ ഒന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുക മാത്രമല്ല, ഇതിലേക്ക് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പ്രവേശിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങളായ പല മാലിന്യങ്ങളും ഇതിലേക്ക് പ്രവേശിച്ച് ഈ ശരീരം മലിനപ്പെട്ടാൽ അതിനുള്ളിൽ പരിശുദ്ധാത്മാവിന് വസിപ്പാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു. അതിനെ ഒരു തരത്തിലും മലിനപ്പെടുവാൻ നമ്മൾ അനുവദിക്കരുത്. അത്രത്തോളം നമ്മൾ എന്തായിരിക്കണം? ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ 1-2 ഉദാഹരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതായത് അവർ 4 ചെറുപ്പക്കാർ, അവർ നല്ല വിദ്യാസമ്പന്നരായിരുന്നു, സൗന്ദര്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരായിരുന്നു. അങ്ങനെയുള്ളതായ ചെറുപ്പക്കാരെയാണ് സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും ആയ 4 ചെറുപ്പക്കാരായിരുന്നു ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. അപ്പോൾ ഇവരെ രാജകൊട്ടാരത്തിലേക്കുള്ളതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു. ഭാഷ പഠിപ്പിക്കുന്നു, അവരുടെ പേര് മാറ്റുന്നു, പല കാര്യങ്ങളും ചെയ്തു. അതൊന്നും അവരെ ബാധിച്ചില്ല. എന്നാൽ താഴോട്ട് വരുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ, ഭക്ഷണപാനീയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദാനിയേൽ പറയുകയാണ്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇതൊരു വലിയ തീരുമാനമായിരുന്നു, ഇതൊരു ഉറപ്പായിരുന്നു. കാരണം ഈ ശരീരം ഈ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവിടെയുള്ളതായ വീഞ്ഞുകൊണ്ടും മലിനപ്പെടാൻ സാധ്യതയുണ്ട്.
ആ ഒരു കാര്യത്തിൽ പോലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് രാജകൊട്ടാരത്തിൽ വന്ന് രാജാവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാകുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു ജോലി ലഭിക്കുക, ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ ഉന്നതമായ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുമ്പോൾ, എനിക്ക് അനേകരെ അറിയാം പ്രിയമുള്ളവരെ, താൽക്കാലികമായ സുഖത്തിനും നേട്ടത്തിനും പ്രൊമോഷനും സാലറിക്കും സ്ഥാനമാനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തെ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട്, കാരണം പള്ളിയിൽ വരുമ്പോൾ വിശുദ്ധരും ജോലി സ്ഥലങ്ങളിലൊക്കെയും അവരിൽ ഒരാളായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ. കാരണം അവർ പറയുന്നത് അതിനൊന്നും പോയില്ലെങ്കിൽ, ആ പാർട്ടിക്ക് പോയില്ലെങ്കിൽ ആ ഓഫീസിൽ എങ്ങനെ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നത്? ആ പാർട്ടിയിൽ പോകുമ്പോൾ അവർ തരുന്നത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നാളെ നമുക്കവിടെ നിലനിൽപ്പില്ല. അതെൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്, അതെൻ്റേതായ പ്രൊമോഷനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യണം. പക്ഷേ ഹൃദയത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ മലിനപ്പെടുത്തില്ല, ഞാൻ നല്ലൊരു ദൈവപൈതലാണെന്നൊക്കെ ഹൃദയത്തിലുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയാണ്, അങ്ങനെ ഞാനതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവരെ എനിക്കറിയാം. പക്ഷേ ഇവിടെ ഈ ദാനിയേലും അല്ലെങ്കിൽ അവർ 4 ചെറുപ്പക്കാർ, അവർക്ക് ലഭിച്ച സൗഭാഗ്യം, ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ രാജാവ് പറയും ഇവരെ ഈ സ്ഥാനത്ത് വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താനും തള്ളിക്കളയാനും സാധ്യതകളുണ്ട്. എന്നാൽ അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും, ഈ ലോകത്തിലെ താൽക്കാലികമായ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും, അവരുടെ ഈ ശരീരം ദൈവത്തിനു വേണ്ടിയുള്ളതാണ്, അത് വിശുദ്ധമായിരിക്കണമെന്നുള്ള ഉറപ്പും ധൈര്യവും അവർക്കുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ദാനിയേലിൻ്റെ തീരുമാനം പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് ധൈര്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. പ്രിയമുള്ളവരെ, ദാനിയേലിൽ ഒരു തീരുമാനമെടുത്തു. ശരിയാ, ഞാൻ ഇതൊന്നും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ എൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തില്ല എന്ന് തീരുമാനമെടുത്തു. അത് ഹൃദയത്തിലായിരിക്കുന്നത്, ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഹൃദയത്തിൽ നിശ്ചയിച്ചതുകൊണ്ട് ഇത് പ്രായോഗികമാകത്തില്ല. മറിച്ച് അവിടെ വരുമ്പോൾ ഷണ്ഡാധിപനോട് ഇത് പറയുവാൻ കാണിച്ച തൻ്റെ ഇടം, ആ ധൈര്യമാണ്. ടു റിവീൽ ഹിസ് ഐഡൻറ്റിറ്റി, അവൻ്റേതായ വ്യക്തിത്വത്തെ അവൻ അവിടെ വെളിപ്പെടുത്തുന്നതിന് ഒരു മടിയും കാണിച്ചില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുവാൻ മടിക്കുന്നവരാണോ? അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം. എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൻ്റെ ക്രിസ്തീയ പേര് മാറ്റിയിട്ട് മറ്റൊരു പേരിലാണ് അവന് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അറിയപ്പെട്ടിരുന്നത് ഒരു കാലത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മുടേതായ വ്യക്തിത്വത്തെ, നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുവാൻ, ചില മേഖലകളിൽ റിവീൽ ചെയ്യുവാനായിട്ട് നമ്മൾ മടിക്കുന്നവരാണ്. പക്ഷേങ്കിൽ ഞാൻ പറയട്ടെ, അതൊരു സാക്ഷ്യമാണ്, അതൊരു ടെസ്റ്റിമണിയാണ്. പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് ഞാൻ ആരാകുന്നു എന്ന് ധൈര്യത്തോട് എനിക്ക് നിങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും പറയുവാനായിട്ട് കഴിയണം. ദാനിയേൽ ഇത്രത്തോളം ഒരു വിശ്വാസത്തോടെ നിൽപ്പാൻ ഇടയായത് എന്തെന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിലെടുത്ത തീരുമാനം, തന്നെ മലിനപ്പെടുത്തത്തില്ല. അത് ഭോജനം കൊണ്ടായാലും, അത് രാജാവിൻ്റെ വീഞ്ഞായാലും, എന്തു തന്നെയായാലും, ഈ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് ഞാൻ എന്നെ മലിനപ്പെടുത്തത്തില്ല എന്നുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനം അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ടവരുടെ മുമ്പിൽ അത് അറിയിക്കുവാനുള്ളതായ തൻ്റെ ഇടം കാണിച്ചു. അതായിരുന്നു ദാനിയേലിൻ്റെതായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ കാണിച്ചപ്പോൾ എന്താണ് അടുത്തത് സംഭവിച്ചതെന്നറിയാമോ? 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ അവൻ തൻ്റെ സാക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് അതിനെ സാക്ഷിക്കേണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കി ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് പറഞ്ഞാൽ എനിക്കിത് നഷ്ടമാകുമോ, എനിക്കത് ലഭിക്കത്തില്ലയോ, പല അസ്വസ്ഥതകൾ കാരണം നമ്മൾ അവിടെ ചിലപ്പോഴങ്ങ് സൈലൻ്റ് ആവും, മിണ്ടാതിരിക്കും, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കും, ഇതെനിക്ക് താൽക്കാലികമായ
നമ്മൾ പാട്ടിൽ പറയുന്നത് പോലെ മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയരുത്. ഈ ഭൂമിയിലുള്ളതെല്ലാം മണ്ണാണ്. മാണിക്യം നമുക്ക് സ്വർഗത്തിലുള്ള നിത്യതയാണ്. മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരം ഭക്ഷണം കൊണ്ടോ പാനീയങ്ങൾ കൊണ്ടോ മലിനപ്പെടുവാൻ അനുവദിക്കരുത്. അത് വീഞ്ഞായിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ ബിയർ ആയിക്കൊള്ളട്ടെ, പാർട്ടി നടക്കുന്നിടത്ത് നമുക്ക് എല്ലാം, അത് നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും വേദപുസ്തകത്തിൻ്റെ ഈ വാക്കിൻ പ്രകാരം ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ആഹാരം ഒരു ദൈവപൈതലിന് കഴിക്കുവാനായിട്ട് പറ്റത്തില്ല. നമ്മളെ മലിനപ്പെടുത്തുന്ന ആഹാര പദാർത്ഥങ്ങളുണ്ട്, നമ്മളെ മലിനപ്പെടുത്തുന്നതായ പാനീയങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ലഹരിയായി മാറി നമ്മുടെ ജഡത്തെ അത് വശീകരിക്കുകയും അതിനെ തകർക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റൊരു നിലയിലേക്ക് നമ്മളെ നയിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഈ ശരീരത്തെ മലിനപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരും. അതെപ്പോഴും നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതിൽ ആഹാരം എന്നെ മലിനപ്പെടുത്തരുത്. ബാക്കി നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാം ഇനി എന്തൊക്കെയാണ് ഈ ശരീരത്തെ മലിനപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിൽ മാത്രം തീരുമാനമെടുത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തില്ല. മറിച്ച് എടുത്ത തീരുമാനത്തെ പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട സമയത്ത് പറയേണ്ടവരുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഞാൻ ആരാകുന്നു എന്നുള്ളതായ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുവാനായിട്ട് സാധിക്കണം. അങ്ങനെ റിവീൽ ചെയ്താൽ, അങ്ങനെ അത് വെളിപ്പെടുത്തിയാൽ ആ സമയത്ത് നമ്മുടെ തീരുമാനത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കൂട്ടുനിൽക്കുന്നത്, ഇവിടെ പറയുന്നത് പോലെ ദൈവം ദാനിയേലിന് ക്ഷണാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി. ബാക്കി ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് ഈ ശരീരത്തിനെ പറ്റിയുള്ളതായ വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. അതൊരു തരത്തിലും മലിനപ്പെടുത്തുകയില്ല എന്നുള്ളതായ ഉറച്ച തീരുമാനമുണ്ടായിരിക്കട്ടെ. ആ തീരുമാനം ഒരു സാക്ഷ്യമായിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞ് നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വലിയ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം. മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയുവാൻ അവിടെ ഇടയാക്കരുത്. കർത്താവെ, ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ഈ മനോഹരമാവുന്നതായ കർത്താവെ, ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ തരണമേ. അതിനെ മലിനപ്പെടുത്തുന്നതായി ഒന്നും ഇതിലേക്ക് പ്രവേശിപ്പാനോ ഇടയാകാതെ വണ്ണം കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ, തീരുമാനത്തെ അറിയിക്കേണ്ടടുത്ത് അറിയിപ്പാൻ, ഞങ്ങളുടേതായ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ ഒരു വിശുദ്ധ ജീവൻ നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.